വീടെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. ഇതാരാണ് അപ്പ ചെയ്തേ? സന്തോഷായി. പിന്നല്ലാതെയോ? ഇതൊക്കെ പിന്നെ ആരാ പിന്നെ കഴുകുന്നേ? അല്ല ഞാൻ കഴിക്കാനാ, പിന്നെ എനിക്ക് കഴുകാൻ സമയം കിട്ടണ്ടേ ഇവിടെ. നിങ്ങൾ എന്നെ ഇവിടെ മല മറിക്കുമായിരുന്നു. ആ മല മറിക്കുമെന്ന് ഞാൻ നിന്റെ പിള്ളേരല്ലേ, എന്നാ ചെയ്യാനാ? എന്നാ അവര് ചെയ്ത്? മൊത്തം അലമ്പാക്കി, ഫുള്ള് അലങ്കോലാക്കിട്ട് മൊത്തം ക്ലീൻ ചെയ്ത് ഞാൻ എല്ലാം അടുക്കി വെക്കും, നല്ല ക്ലീൻ ആക്കി വെക്കും, അത് മൊത്തം കുളമാക്കി വെക്കും. പിന്നെ ഞാൻ തന്നെയല്ലേ വൃത്തിയാക്കേണ്ടത്. പറഞ്ഞ ഞാൻ വൃത്തിയാക്കി, നീ വരുമ്പോഴത്തേക്ക് എല്ലാം വൃത്തിയാക്കി നീറ്റ് ക്ലീൻ ആക്കിയിട്ട് ഞാനല്ലേ. ഞാൻ ഒന്നും പറയുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഇതേ പറയാൻ. എന്ത് പറഞ്ഞാലും എന്റെ മുതുകത്ത് കയറാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എത്ര കാലത്താലും പോകുന്നൊരു വരെ. എടാ അത് കൂട്ടാ, അപ്പ പറഞ്ഞേ അപ്പ മൊത്തം വൃത്തിയാക്കി നിങ്ങളെല്ലാം അലമ്പാക്കി ഇട്ടു. അപ്പ ചെയ്ത് മടുത്തു. ഇനി അങ്ങനെയും ചെയ്യല്ലേ. ഇനി അപ്പ അഥവാ ക്ലീൻ ആക്കുവാൻ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടാ. അത് എന്തേരെയാന്ന് വെച്ചോണ്ട് അപ്പ എല്ലാം പണിയും ചെയ്യണ്ടേ? അമ്മ എന്നാ വിചാരിച്ചോണ്ടാ അപ്പ കൈതേരെ പോലെ ഞങ്ങളെ പണി എടുപ്പിച്ചു. നേരോ റെഡിയപ്പാക്കി വെച്ച്. അല്ല എന്നെ പ്രശ്നം എന്ന് വെച്ചാല് അമ്മ വരുമ്പോഴത്തേക്ക് ഒച്ചപ്പാടും ബഹളം ആർക്കാ കേൾക്കുന്നത്? ഞാനല്ലേ മൊത്തം മേടിക്കുന്നത്. വേദന ക്ലീൻ ആക്കി ക്ലീൻ ആക്കി. ഞാൻ ജോസിന്റെ ഐഡിയ കാണട്ടെ. ഫ്രീ ടൈം ആവുമ്പോ ഞാൻ ചെയ്തോളാം. ആ ഫ്രീ ടൈം ആകുമ്പോഴത്തേക്കും അമ്മ വന്നു കഴിയുമ്പോഴത്തേക്കും ഫ്രീ ടൈം അല്ല ഇവിടെ. ഇവിടെ മറ്റേ ഭദ്രകാളി കളിക്കുന്ന കളി കളിക്കും. വേന്ന് എണീറ്റു. എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? അപ്പം മൊത്തം നമ്മ പറഞ്ഞ, എന്നിട്ട് എന്ത് അപ്പ ക്രെഡിറ്റ് മൊത്തം മേടിച്ചെടുക്കും അല്ലേ? ഓഹോ, അപ്പൊ പണി പാളിയല്ലോ. അപ്പ പണി കൊടുക്കണം നമുക്ക് അപ്പയ്ക്ക്. എന്റെ പിള്ളേര് ഉറങ്ങിക്കോട്ടോ. നമുക്ക് നാളെ അതിനെ കുറിച്ച് ചിന്തിക്കാം.